അങ്ങനെ ഗൗരവം കൊടുക്കാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല ആളുകളെക്കുറിച്ചും ഒരുപാട്, ഞാൻ ആളുകളുടെ ഒന്നും പേര് പറയാൻ എൻ്റെ മാന്യതയ്ക്ക് യോജിക്കാത്തതായതുകൊണ്ട് ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടി, അതേപോലെ തന്നെ BJP ഉൾപ്പെടെയുള്ള ആളുകളുടെ പല നേതാക്കന്മാരെക്കുറിച്ചും പല ആക്ഷേപങ്ങൾ പുറത്തു വന്നതാണ്. ആ ആക്ഷേപങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ വികാരങ്ങളൊന്നും അന്നേരം നിങ്ങൾ കണ്ടില്ല. അല്ല, അത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലോ. പിടിച്ചു എന്നിട്ടും രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു? അന്ന് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, പാർട്ടി കമ്മീഷൻ വെക്കും, പാർട്ടി തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ ചെകഞ്ഞെടുത്ത് പഴയ കാര്യങ്ങൾ കൂടി ആ കാര്യങ്ങൾ കൂടി മുകേഷിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രതിപക്ഷ നേതാവ് പോലും മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്നത് CPM തീരുമാനിക്കട്ടെ, LDF തീരുമാനിക്കട്ടെ എന്നതായിരുന്നു പറഞ്ഞത്. രാജി ആവശ്യപ്പെട്ടിരുന്നില്ല. ഇന്നിപ്പം നേരെ തിരിച്ചല്ലേ പറയുന്നത്. CPM ഇപ്പൊ തീരുമാനം പറയുന്നത്, CPM പറയുന്നത് രാഹുലിനെതിരെ നടപടിയെടുക്കണം. അവർക്ക് പറയാനുള്ള എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്, എന്ത് ചുമതലയാണ് അവർക്കുള്ളത്? അവർ വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ആദ്യം നോക്കണം. അതല്ലാതെ കണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ നോക്കണം. ഞങ്ങൾ അതല്ലേ പറഞ്ഞു, ഞങ്ങൾ കൂട്ടായി എല്ലാവരുമായി ആശയവിനിമയം നടത്തും. ആ ആശയവിനിമയം നടത്തിയതിന് ശേഷം എന്ത് എടുക്കണം എന്ന് ഞങ്ങൾ ഒരന്തിമമായ തീരുമാനം ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് അത് അദ്ദേഹം ഉത്തരവാദിത്വത്തോടു കൂടി അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അതുതന്നെ, അത് പാർട്ടി നടപടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ MLA ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ MLA എന്നുള്ള നിലയിൽ അത് പ്രഖ്യാപിക്കേണ്ടത് KPCCയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം പ്രഖ്യാപിക്കും. അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. അത് KPCC പ്രസിഡന്റ് പറയട്ടെ, അദ്ദേഹം പറയും. വലിയ താമസമില്ല. ഇന്നോ അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ച് അദ്ദേഹം ഈ കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, വീണ്ടും ഉണ്ടാവും. അല്ല, കഴിഞ്ഞതിന്റെ ക്ഷീണം നിങ്ങൾക്കാ ഉള്ളത്. നിങ്ങൾ പറയുന്ന പോലുള്ള ക്ഷീണം, റിപ്പോർട്ടർ ചാനലിലുള്ള ക്ഷീണമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. അതൊക്കെ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ. നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന അനുസരിച്ച് അതിനൊരു മറുപടി UDF കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണം. അല്ല, അത് ഞങ്ങൾ കാര്യങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ ചിന്തിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ അതിന് തീരുമാനമെടുക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, UDF കൺവീനർ എന്നുള്ള നിലയിൽ ഈ നിമിഷം വരെയും എനിക്ക് ഒരു പരാതി ആരും തന്നിട്ടില്ല. ആ പരാതി തരാത്തിടത്തോളം കാലം ആ പരാതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യണമെങ്കിൽ ഒരു പരാതി കിട്ടണം. ഇതില്ല, ഞാൻ ഇത് ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. ആ പരാതി വന്നതിന് ശേഷം ആ പരാതി വന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. ആ അന്വേഷണം നടത്തിയിട്ട് കാര്യങ്ങൾ നിങ്ങളോട് മറുപടി പറയും. ഈ പുറത്ത് വന്ന കുറേ ശബ്ദ സംഭാഷണങ്ങളൊക്കെ താങ്കൾ സ്വാഭാവികമായി കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനോട് ഇപ്പോൾ കോൺഗ്രസ് നേതാവോ UDF കൺവീനറോ എന്നൊന്നും വേണ്ട, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഇതുപോലെ ഒരുപാട് പേരുടെ ശബ്ദ സന്ദേശങ്ങളും ഇതുപോലെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. കേരളം ഉണ്ടായ നാൾ മുതൽ ഉള്ള ഓരോ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാം. വെരി സിമ്പിൾ ആണിത്. അങ്ങനെയല്ലേ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, വെറുതെ അങ്ങനെ വന്നൊരു സംഭവം അല്ല. അത് അങ്ങനെ നിങ്ങൾ ആ വാർത്തയാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ചാനലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത കൊടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ട് എന്ന് എനിക്ക് നന്നായി
ബോധ്യമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെ പ്രതികരിക്കുന്നത്. രാഹുലിന്റെ വിശ്വാസമാണ് മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ അങ്ങനെ കൊടുക്കാമോ? അല്ല, അതിപ്പോ വാർത്ത ഇപ്പൊ അത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അതിനകത്ത് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ആ വിശദീകരണം വരട്ടെ, നമുക്ക് അന്നേരം നോക്കാം. ഒരു കാര്യം കൂടി കെ മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് രാഹുലിന്റെ സസ്പെൻഡ് ചെയ്തത്. ആ സ്ഥാനത്ത് ഇനി തുടരണമോ എന്ന് രാഹുൽ തീരുമാനിക്കേണ്ടതെന്നാണ്. ആ അഭിപ്രായം കൺവീനർക്കുണ്ടോ? അല്ല, അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹം വളരെ മുതിർന്ന നേതാവാണ്, KPCCയുടെ പ്രസിഡന്റായിരുന്ന നേതാവാണ്. അദ്ദേഹത്തിന് മറുപടി പറയാൻ അടൂർ പ്രകാശിനെ കിട്ടില്ല.